ഹൃദയപൂർവം ഭാഗം 3. നീ നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. സാന്ദ്രമോളെ എന്നും സോപ്പിടും, കാല് പിടിക്കും. അവൾ ചെയ്യുന്ന കുരുത്തക്കേടുകളൊന്നും ഇവിടെ എത്തില്ല. പക്ഷേ മോള് അങ്ങനെ ആവരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയണം. ഇവിടെ ഇവൾക്കാകെ കൂടി കുറച്ചെങ്കിലും പേടിയുള്ളത് അവളുടെ ഏട്ടനെയാണ്, അവളുടെ വലിയേട്ടനെ. അവനോട് പറഞ്ഞ് നല്ല അടിവെച്ച് കൊടുക്കാനുള്ളതാണ്. മാധവിൻ്റെ അമ്മ പറഞ്ഞതും, ഓ സീതമ്മ പിന്നെ തല്ലില്ലല്ലോ, ആറ്റുനോറ്റുണ്ടായ പെൺകുട്ടിയല്ലേ. സാന്ദ്ര പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. പിന്നെയും അവർ സംസാരിച്ച് കുറച്ചു നേരം കൂടി നിന്നതും, ഇനിയും ഉദയനെ നോക്കി നിൽക്കണ്ട, അവൻ വരുമ്പോൾ ഒത്തിരി വൈകുന്നു തോന്നുന്നു. അവിടെ മാധവ് എത്തിയിട്ടില്ലല്ലോ. മാധവും ഉദയനും കൂടി ഒരുമിച്ചേ വരൂ. അത് എന്നും പതിവുള്ളതാണേ. വൈകുന്നേരങ്ങളിൽ ആ വണ്ടി ഇടുന്ന സ്ഥലമില്ലേ, അമ്പലപ്പറമ്പ്, അവിടെ എല്ലാവരും കൂടി കൂടും. വെള്ളടിയൊന്നുമല്ല കേട്ടോ, ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാൻ. ഇന്ന് പോയ വിശേഷങ്ങളും അവരുടെ ബസ്സിലുണ്ടായ സംഭവങ്ങളും എല്ലാം പറഞ്ഞങ്ങനെ ഇരിക്കും. വരുന്നതൊക്കെ ഒരു സമയത്താന്നേ. അതുകൊണ്ട് വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. അവൻ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ടീച്ചറെ നോക്കി. ടീച്ചറെ, ഭക്ഷണം എടുക്ക്, ചെല്ലു മക്കളെ എന്ന് പറഞ്ഞ് മാഷ് അവരെയും അകത്തേക്ക് വിട്ടു. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ കഴിച്ചു, ഞങ്ങളും കിടക്കാൻ പോവാ. ഈ പറഞ്ഞതുപോലെ മാധവ് അവൻ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ, അവൻ്റെ കയ്യിലൊരു താക്കോലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വാതിലടച്ച് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും കൂടി അകത്തേക്ക് പോയി. മാഷും ടീച്ചറും സാന്ദ്രയും ലക്ഷ്മിയും എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിച്ചു. സാന്ദ്ര സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു ലക്ഷ്മിക്ക്. ആദ്യമായിട്ട് വരുന്നതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് ലക്ഷ്മിക്കെന്ന് ഇതിനോടകം അവർക്ക് 3 പേർക്കും മനസ്സിലായി. മോള് ടെൻഷനൊന്നും അടിക്കണ്ട, അതൊക്കെ 2 ദിവസം കൊണ്ടൊന്ന് ശീലമായിക്കോളും. പിന്നെ ഈ കൊല്ലങ്കോടുള്ളവരെല്ലാവരും സാധാരണക്കാരാ, അതുകൊണ്ട് അവരുടെ മക്കളും സാധാരണക്കാരാ. വലിയ കുഴപ്പക്കാരൊന്നും അധികം ഉണ്ടാവില്ല. മാഷ് പറഞ്ഞു. അത് ശരിയാട്ടോ, കുഴപ്പം പിടിച്ചവരാരൊന്നുമില്ല കേട്ടോ, എല്ലാം സാധാരണക്കാർ തന്നെയാ. പിന്നെ കുറച്ചൊക്കെ ഉള്ളത് ഇത്തിരി ഹൈ ക്ലാസ് ആയിട്ടുള്ളവരൊക്കെ പ്രൈവറ്റ് സ്കൂളിൽ കുറച്ച് ദൂരെ പാലക്കാടോ മറ്റോ പോയി പഠിക്കും. സാന്ദ്ര പറഞ്ഞു. ലക്ഷ്മിയും സാന്ദ്രയും ടീച്ചറമ്മയും കൂടി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. സാന്ദ്ര വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞിട്ടും ലക്ഷ്മി അവരുടെ കൂടെ കൂടി. മോള് പോയി കിടന്നോ, ഇന്നൊരുപാട് യാത്ര ചെയ്തതല്ലേ, മാഷ് പറഞ്ഞു. എന്നാ ഞാൻ പോയിക്കോട്ടെ ചേച്ചി, ലക്ഷ്മി സാന്ദ്രയോട് ചോദിച്ചതും. താൻ പോയി കിടന്നോ, ഞാനിനി ഉദയേട്ടൻ വരാതെ പോകാൻ പറ്റില്ല. ഞാനിവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കും. ഉദയേട്ടൻ വരുമ്പോൾ വാതിൽ തുറന്ന് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ പോകും റൂമിലേക്ക്, സാന്ദ്ര പറഞ്ഞു. മാഷച്ചനും ടീച്ചറമ്മയും അതുപോലെ തന്നെ റൂമിലേക്ക് പോയി. ലക്ഷ്മി റൂമിൽ ചെന്ന് വാതിലടച്ചതും അവളുടെ മനസ്സിലേക്ക് അമ്മയുടെയും അനിയത്തിയുടെയും എല്ലാം മുഖം കടന്നു വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സിൽ നിന്നും അത് മാറ്റിക്കൊണ്ട് നാളെ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഓർത്തു. എപ്പോഴോ അവൾ പതിയെ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ട്, കോഴി കൂവുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അവൾ പതിയെ കണ്ണു തുറന്നു. തൻ്റെ ഈ നാട്ടിലെ ആദ്യ പ്രഭാതമാണ്. അവൾ 2 കൈയും കൂട്ടിത്തിരുമ്മിക്കൊണ്ട് മുഖമൊന്ന് തുടച്ചു. ഉള്ളം കൈയിലേക്ക് നോക്കി ദേവീസ്തുതി പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് വന്നതും ചെന്ന് ജനല തുറന്നിടുകയാണ് ആദ്യം ചെയ്തത്. പുറത്തുനിന്നും ഒരു തണുത്ത കാറ്റിനോടൊപ്പം തന്നെ അമ്പലത്തിലെ പാട്ട് കുറച്ചുകൂടി ഭംഗിയായി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബ്രഷ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഇന്നലെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും ഒന്നും അടക്കിയൊന്നും വെക്കാൻ പറ്റിയില്ല. യാത്രയുടെ ക്ഷീണവും എല്ലാവരോടും സംസാരിച്ചിരുന്ന സമയം പോയതുകൊണ്ടാണ്. അവൾ വേഗം തന്നെ ഫ്രഷായി ഇറങ്ങി. ആ വീടും പരിസരവും ഒന്നും അവൾ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. രാത്രി വന്നതുകൊണ്ട് എങ്ങനെയാണ് എന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അവൾ വേഗം തലയിൽ തോർത്തും കെട്ടിവെച്ച് നെറ്റിയിലൊരു പൊട്ടും തൊട്ട് ഒരു പിങ്ക് ചുരിദാറും ഇട്ടുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കണ്ടു മാഷച്ചൻ പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുന്നത്. ആ മോളെ എഴുന്നേറ്റോ? വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് മാഷ് തിരിഞ്ഞു നോക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു, ഉറക്കമൊക്കെ കിട്ടിയോ? മാഷ് ചോദിച്ചു. ആ, നന്നായിട്ട് തന്നെ ഉറങ്ങി, അവൾ പറഞ്ഞു. എന്നാൽ കിച്ചണിലേക്ക് ചെന്നോളൂ, അവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇവിടെ പാല് രാവിലെ തന്നെ വരും, അതുകൊണ്ട് ചായ രാവിലെ തന്നെ എല്ലാവർക്കും നിർബന്ധമാണ്. മോള് ചെന്നോളൂ, മാഷ് പറഞ്ഞതും അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു. അവിടെ സാന്ദ്രയും ടീച്ചറമ്മയും കൂടി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കൂടി കൂടട്ടെ, അവൾ ചോദിച്ചു. അതിനെന്താ, ആദ്യം ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഒരു ഗ്ലാസ് ചായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അതുമായിട്ട് അടുക്കള ഭാഗത്തു നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവൾ അവിടെയെല്ലാം കാണുന്നത്.
നല്ല മനോഹരമായ സ്ഥലം. എന്ത് രസമാണ് ഇവിടെ കാണാൻ, അവൾ പറഞ്ഞതും അതേ മോളെ, ഈ സ്ഥലം വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വീടും പിന്നെ അപ്പുറത്തെ ആ വീടും ഇല്ലേ, ആ വീടും ചേട്ടനനിമാരുടെ ആയിരുന്നു. പഴയൊരു തറവാട്ടുകാരുടെ ആയിരുന്നേ. അവർ മക്കളൊക്കെ ടൗണിലേക്ക് പോയപ്പോൾ ഈ വീട് രണ്ടും നോക്കാതെയായി. പിന്നെ ഇങ്ങനെ ഇട്ട് കളയണ്ടെന്ന് പറഞ്ഞ് അവരത് വിൽക്കാൻ തീരുമാനിക്കായിരുന്നു. ടൗണിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കൃഷ്ണകുമാറിൻ്റെയും വീടേ. അപ്പോൾ ഇങ്ങനൊരു വീടും സ്ഥലവും കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ മാഷും കൃഷ്ണകുമാറും കൂടി ഒരുമിച്ച് വന്നാണ് നോക്കിയതേ. കണ്ടപ്പോൾ രണ്ടു പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് ഉദയൻ 8-ലോ 9-ലോ ആട്ടോ പഠിക്കുന്നത്. അപ്പുറത്തെ മാധവനും ഉദയനും ഭയങ്കര കൂട്ടുകാരാണേ. അങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ 2 വീടല്ലേ, എന്തു ചെയ്യും, നമുക്കൊരു വീട് മതിയല്ലോ. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കൃഷ്ണകുമാർ പറയുന്നത്, എന്നാ അത് ഞാൻ എടുത്തോളാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ വീടും സ്ഥലവും അങ്ങോട്ട് വാങ്ങി. അതാണ് വീടിൻ്റെ മുന്നിൽ 2 ഗേറ്റും മതിലുമാണെങ്കിലും നടുക്ക് കൂടി ഈ 2 വീടിനെയും തിരിക്കാനായിട്ട് ഒരു മറയില്ലാതെ പോയതേ. അന്നത്തെ ചേട്ടനനിമാർ താമസിച്ചതാ. ഭയങ്കര ഒത്തൊരുമയായിരുന്നു എന്നാണ് പറയുന്നത്. ടൗണിലേക്ക് മാറിയപ്പോഴും അവർ അങ്ങനെ തന്നെ മാറിയെന്നാണ് കേട്ടത്. എന്തായാലും ഈ വീട് വാങ്ങിയതിൽ പിന്നെ ഞങ്ങൾക്ക് ഐശ്വര്യമായിരുന്നു. ഞങ്ങളും വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ടൗണിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, അധ്യാപകരല്ലേ. പിന്നെ അത് മാത്രമല്ല, കൃഷ്ണകുമാരും ജോലിക്ക് പോകണം. പിന്നെ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ചുകൂടാ, ഇവിടെ നിന്നും ജോലിക്ക് പോകാമല്ലോ, കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നല്ലേ ഉള്ളൂ, ബസ്സും ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങോട്ട് മാറാനേ. പിന്നെ കൃഷ്ണകുമാർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ സ്കൂളിലും വിടും. ഞാനും മാഷും പിന്നെ സ്കൂട്ടറിൽ പോയിട്ട് വരും. അങ്ങനെയായപ്പോൾ ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ നന്നായിപ്പോയി. ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ സ്വർഗം. ഇനിയിപ്പോൾ എത്ര ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഇവിടെ വന്ന് ജീവിച്ചാൽ അങ്ങനെയാണ്. ഈ കൊല്ലംകോടിന് ഒരു പ്രത്യേകതയാണ്, ടീച്ചറമ്മ പറഞ്ഞു. അത് ശരിയാണെന്ന് ലക്ഷ്മിക്കും തോന്നി. ചായ കുടിച്ചുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് നോക്കിയപ്പോഴേ കണ്ടു കോഴിയും താറാവും എന്തൊക്കെയോ ഉണ്ട്. ഇതെല്ലാം ഇവിടത്തെയാണോ, ലക്ഷ്മി ചോദിച്ചു. അതേ മോളെ, ഇവിടത്തെയാ. ഞങ്ങൾക്ക് വേറെ പണി എന്താ, ഇതൊക്കെ തന്നെയാണ്, ടീച്ചറമ്മ പറഞ്ഞു. അവൾ അവിടെയെല്ലാം ചുറ്റി നടക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും അമ്മേ, എൻ്റെ ഷർട്ട് എവിടെയാ, തേച്ച് വെച്ചില്ലേ എന്നുള്ള ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി. അത് ആ വീടിൻ്റെ മുകൾ നിലയിൽ നിന്നാണ് എന്ന് കണ്ടതും അവളുടെ നോട്ടം ആ ജനലിൻ്റെ ഭാഗത്തേക്ക് പോയി. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരാളെ അവൾ കാണുന്നത്. തല തുടച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും അവൾക്കെന്തോ പെട്ടെന്ന് പരിഭ്രമം തോന്നി. അവൾ വേഗം ചായ ഗ്ലാസും കൊണ്ട് തിരിച്ചു നടന്നു. നമുക്കേ 2 ദിവസം കഴിഞ്ഞാൽ ശനിയും ഞായറും വരാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോഴേ സമയമില്ല, ഒരു 8 മണിയാവുമ്പോഴേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. കവല വരെ നടക്കാനുണ്ടേ. അപ്പോഴേക്കും കൃഷ്ണ വരും. അതിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. ഉള്ളിയുടെ തൊലി കളഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാന്ദ്ര പറഞ്ഞു. അവളെ സഹായിക്കാനായിട്ട് ലക്ഷ്മിയും ചെന്നു. വിറകടുപ്പിൽ വലിയ കലത്തിൽ ചോറ് തിളയ്ക്കുന്നത് കണ്ടതും ടീച്ചറമ്മ അത് നോക്കാനായിട്ട് പോയി. മോളെ, ഉച്ചയ്ക്ക് ഒരു ഒഴിച്ചുകറിയും ഒരു തോരനും ഒരു മീൻ വറുത്തതും പോരെ? അത് മതി ടീച്ചറമ്മേ, എനിക്ക് ഒരുപാട് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലക്ഷ്മി പറഞ്ഞു. അത് ഇവിടെ ഇപ്പോൾ സാന്ദ്രമോളും പിന്നെ ഉദയനും ഭക്ഷണം കൊണ്ടുപോവേ, അതുകൊണ്ട് ഇതെന്നും ഇവിടെ സ്ഥിരമുള്ളതാണ്, ടീച്ചറമ്മ പറഞ്ഞു. ഞാൻ കുറച്ച് വൈകിപ്പോയല്ലേ, അവൾ ചോദിച്ചു. ഇല്ല മോളെ, ഇവിടെ നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും മാഷും എന്നും 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എൻ്റെ ഒപ്പം മാഷും എല്ലാത്തിനും കൂടും. പിന്നെ സാന്ദ്രമോള് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വരും. ഇടയ്ക്ക് ഉദയൻ എഴുന്നേറ്റ് നടക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചെക്കന് മടി പിടിച്ചിരിക്കുക, ടീച്ചറമ്മ പറഞ്ഞു. മോള് ചെന്ന് ഡ്രസ്സെല്ലാം കബോർഡിലേക്കൊക്കെ എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് എല്ലാം കൂടി തത്രപ്പാടിലാകും, ടീച്ചർ പറഞ്ഞതും മോളെ സാന്ദ്ര, നീ പോയി റെഡി ആയിക്കോ, എല്ലാം റെഡിയാണല്ലോ ഇവിടെ. ശരി എന്ന് പറഞ്ഞ് സാന്ദ്രയും മുകളിലേക്ക് കയറിപ്പോയി. ലക്ഷ്മി റൂമിലേക്ക് വന്നുകൊണ്ട് അലമാരയിലേക്ക് ബാഗിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ വന്ന് ജനലയിലൂടെ നോക്കിയപ്പോൾ ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. മുഖം വ്യക്തമായില്ല. അവൾ തിരിഞ്ഞ് വേഗം തന്നെ വന്ന് റെഡിയാവാൻ തുടങ്ങി. അവൾ റെഡിയായി പുറത്തേക്ക് വന്നപ്പോഴേ കണ്ടു മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന സാന്ദ്രയെ. ഉദയേട്ടന് ഇപ്പോൾ പോകണ്ട, പതുക്കെ പോയാൽ മതി. ആള് ബാങ്കിലല്ലേ, 10 മണിക്ക് ചെന്നാൽ മതിയല്ലോ. ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ പോകും. നമുക്കാണല്ലോ നേരത്തെ പോകേണ്ടത്,
സാന്ദ്ര ചിരിയോടെ പറഞ്ഞു. അവളുടെ കയ്യിലെ ബാഗ് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അവൾ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. കൂടെ ലക്ഷ്മിയും. അവർ ചെന്നപ്പോഴേ ടീച്ചറമ്മ ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും ചമ്മന്തിയുമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ലക്ഷ്മിയും സാന്ദ്രയും കഴിച്ചു. അപ്പോഴേക്കും മാഷച്ചൻ വന്ന് 2 പൊതി അവരുടെ മുന്നിലേക്ക് വെച്ചു. പൊതിച്ചോറാണ്. മോൾക്ക് ചോറ്റുപാത്രം ഉണ്ടായിരുന്നില്ലല്ലോ. ചോറ്റുപാത്രം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഇഷ്ടംമാതിരി വാഴയുണ്ട്. ഇവിടെ എന്നും വാഴയിലയിൽ ഭക്ഷണം കൊണ്ടുപോകുന്നതാ ഇവർക്കെല്ലാവർക്കും ഇഷ്ടം. ഉദയനും അങ്ങനെ തന്നെയാണ് കേട്ടോ. മോൾക്കും അങ്ങനെ തന്നെ മതിയോ? മാഷ് ചോദിച്ചു. അത് മതി. പൊതിച്ചോറിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങൾ കുറേയായി, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്നു മുതൽ എല്ലാ ദിവസവും പൊതിച്ചോറ് കഴിക്കാം. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ അമ്മയുടെ സ്പെഷ്യൽ ഒരു ചമ്മന്തിയുണ്ട്. ആ ഫിഷ് ഫ്രൈയുടെ ഒപ്പം ആ ചമ്മന്തി കൂടി വെച്ച് അച്ഛനത് പൊതിയും. ഓ, എന്നാ രുചിയാണെന്നറിയോ? സാന്ദ്ര പറഞ്ഞു. ദേ, സംസാരിച്ചിരിക്കാണ്ട് വേഗം ചെല്ല്, 8 മണിയാവാറായി. ടീച്ചറമ്മ പറഞ്ഞതും 2 പേരും കൈയും മുഖവും കഴുകിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു. ടീച്ചറേ, ഞാനും ഉണ്ട് ടീച്ചറേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും മിത്രയും മനുവും ഇറങ്ങുന്നത്. ടീച്ചറേ, ഇതാണ് എൻ്റെ കുഞ്ഞേട്ടൻ മനു കൃഷ്ണൻ. +2 പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ തന്നെയാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേ, ദിവ്യയും വരുന്നുണ്ടല്ലോ. സിത്താന എന്തി? അവൾ വന്നിട്ടുണ്ട്. അവളെ ഏട്ടൻ കൊണ്ടുവന്നാക്കാന്ന്. എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ അവരുടെ ഒപ്പം എത്തി. പിന്നീട് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നടന്നത്. ലക്ഷ്മിയോട് ആദ്യം സംസാരിക്കാനുള്ള ഒരു മടിയുണ്ടായിരുന്നു ദിവ്യക്കെങ്കിലും പതിയെ അത് മാറി. നല്ല കൂട്ടുകാരെ പോലെയാണ് അവർ സംസാരിച്ച് നടന്നത്. നടക്കുമ്പോഴെല്ലാം ലക്ഷ്മി ചുറ്റും നോക്കിക്കാണുകയായിരുന്നു. വീടുകൾ ചെറുതൊക്കെയാണെങ്കിലും ഒരുപാട് സ്ഥലമുള്ളതുപോലെ തോന്നി. എല്ലാം നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്നു. അവൾക്ക് ആ സ്ഥലത്തോട് ഒത്തിരി ഇഷ്ടം തോന്നി. അതെ ടീച്ചറെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? മനുവാണ് ചോദിച്ചത്. അതിന് ഇന്നലെ രാത്രി വന്നല്ലേ ഉള്ളൂ. ഇനി ശനിയും ഞായറൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. ഇന്നലെ കണ്ട അമ്പലമില്ലേ ബസ് ഇറങ്ങിയത്, അവിടേക്കൊന്ന് പോകാം, സാന്ദ്ര പറഞ്ഞു. അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പ് എത്തിയിരുന്നു. അത്യാവശ്യം ആളുകളുണ്ട് ബസ് സ്റ്റോപ്പിൽ. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമാണ് കൂടുതലും എന്ന് അവൾക്ക് തോന്നി. ഇവിടെ നിന്ന് ഒരു 7 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ അവിടെ നിർത്തി വണ്ടി തിരിക്കും. അവിടെയാണ് ഏറ്റവും അവസാനം വണ്ടി നിർത്തുന്നത്. അവിടെ നിന്ന് തിരിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്, സാന്ദ്രയാണ് പറഞ്ഞത്. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്ത് വന്ന് ഒരു കാറ് വന്ന് നിന്നത്. കാറിൽ നിന്നും ഒരു യൂണിഫോം ധരിച്ച പെൺകുട്ടി ഇറങ്ങുന്നത് ലക്ഷ്മി കണ്ടു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ആള് ഒന്ന് കുനിഞ്ഞ് അവരെ നോക്കുന്നതും അവൾ ശ്രദ്ധിച്ചു. അയാളുടെ നോട്ടവും ആ സമയം ലക്ഷ്മിയിലായിരുന്നു. ഇതേതാ ടീച്ചറെ പുതിയൊരാൾ? അയാൾ സാന്ദ്രയോട് ചോദിച്ചതും, പുതിയ ടീച്ചറാ നമ്മുടെ സ്കൂളിലെ. അതെയോ? എന്താ ടീച്ചറെ പേര്? ലക്ഷ്മി പതിയെ പേര് പറഞ്ഞു. സഞ്ജുവേട്ടാ, ഇത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണേ. മിത്ര അത് പറഞ്ഞതും സിത്താര വേഗം ലക്ഷ്മിയെ നോക്കി. അതെയോ? അപ്പോൾ ദേ എൻ്റെ അനിയത്തിക്കുട്ടിയാണിത് സിത്താര. ഒരു കണ്ണ് വേണേ. പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ടീച്ചറെ. അയാൾ പറഞ്ഞതും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കുണ്ട്, വിശദമായിട്ട് നമുക്ക് പിന്നെ പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാറെടുത്തു പോയതും സൈഡ് മിററിൽ കൂടി അയാൾ നോക്കുന്നത് ലക്ഷ്മി കണ്ടു. ലക്ഷ്മി പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. അപ്പോഴേക്കും ഒരു ഹോണടി കേട്ടു. ആ, ദേ കൃഷ്ണ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ബസ്സിൽ കയറാനായി നിന്നു. കുട്ടികളെല്ലാവരും ആദ്യം കയറിയതിന് ശേഷമാണ് ബാക്കിയുള്ളവർ കയറിയത്. അത്യാവശ്യം ആളുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ബസ്സിലേക്ക് കയറിയതും ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും എല്ലാവരും മുന്നിലേക്കാണ് കയറി നിന്നത്. ഏട്ടാ, ഈ ബാഗ് അവിടെ വയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ബാഗ് നീട്ടുന്നത് കണ്ടപ്പോഴാണ് ലക്ഷ്മി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ നോക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് രാവിലെ ഇയാളെയാണ് താൻ അപ്പുറത്തെ വീടിൻ്റെ മുകൾ നിലയിലെ ജനലയിൽ കണ്ടത് എന്ന് തോന്നി. മാധവേട്ടാ, ഇതുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യയും സിത്താരയും ബാഗ് കൊടുത്തതും കൈനീട്ടി അയാൾ വാങ്ങി. കൈനീട്ടി വാങ്ങുമ്പോൾ ലക്ഷ്മി അയാളുടെ കയ്യിലേക്കാണ് നോക്കിയത്. സ്വർണ്ണ കൈചെയിനിൽ തൂങ്ങിയാടുന്ന ഒരു ഓംകാരവും ഓംകാരത്തിൻ്റെ അറ്റത്തായി കിടക്കുന്ന ഒരു രുദ്രാക്ഷവും. അവൾ അതിലേക്ക് ഒന്ന് നോക്കി, പിന്നെ അവനെയും. അവൾ അവനെ നോക്കി നിന്ന ആ നിമിഷം തന്നെയാണ് അവനും തലചരിച്ച് ലക്ഷ്മിയെ നോക്കിയത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. എങ്ങനെയുണ്ട് പുതിയ സ്റ്റോറി? ഹൃദയപൂർവ്വം ഇഷ്ടപ്പെട്ടോ?
ആദ്യം ആർക്കും മനസ്സിലാവില്ല, പതുക്കെ കഥയിലേക്ക് വരുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാവുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.